നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോട് ഇത്ര ആസക്തി തോന്നുന്നത്? ഇവർ എന്നും എൻ്റെ കൂടെ ഉണ്ടാകും, ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം ഇനി ഒരുപാട് കാലം ഇങ്ങനെ പോകും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവരോടുള്ള, അതായത് ഈ ലോകത്തിലുള്ള ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമുള്ള ഈ ഒരു ആസക്തി വിടാൻ സാധിക്കാത്തത്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനാണ് ഭഗവാൻ പറയുന്നത്, ഈ ആസക്തി വരുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുക, ഇവിടെ ജന്മം എന്നത് നമുക്ക് അവസാനമെടുക്കാം, ആദ്യം മൃത്യുവിനെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ ഇവരോട് ആസക്തി വെക്കുന്നു, പക്ഷേ പെട്ടെന്ന് ഇവർ ഇല്ലാതായാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഇങ്ങനെ എല്ലാവരെ കുറിച്ചും ചിന്തിക്കണം. അത് തനിക്ക് മൂത്ത ആൾക്കാരെ കുറിച്ചും ചിന്തിക്കാം, ഇളയവരെ കുറിച്ചും ചിന്തിക്കാം. നമ്മൾ പൊതുവെ നമ്മളെക്കാൾ മൂത്തവരുടെ മരണത്തെക്കുറിച്ച് പിന്നെയും ചിന്തിക്കും, പക്ഷെ ഇളയവരുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയില്ല. കാരണം അത് നമ്മുടെ മനസ്സിൽ അങ്ങ് സെറ്റായി പോയി. എപ്പോഴും ഈ പ്രായം കൂടുതലുള്ളവരാ ആദ്യം മരിക്കാം. പക്ഷെ സത്യം അതല്ല എന്നറിയാം. എന്നാലും എന്തൊക്കെ വന്നാലും നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വരും. അതുകൊണ്ട് ഈ ലോകത്തിൽ മരണം എന്നത് ആർക്ക് എപ്പോൾ എന്ന് പ്രവചിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആദ്യം ഒരു ഞെട്ടലായിരിക്കും. ഞാൻ ഇത്രയും സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഇവരിൽ ഒരാൾ ഇല്ലാതാകുന്ന ആ അവസ്ഥ, ആ ശൂന്യതയെക്കുറിച്ച് ആദ്യമൊക്കെ നമുക്ക് മനസ്സിലൊന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. പക്ഷേ മനസ്സിനോട് പറയണം, ഇതൊരു യാഥാർത്ഥ്യമാണ്. നീ ചിന്തിക്കാതിരുന്നത് കൊണ്ട് അത് വരാതിരിക്കില്ല. അപ്പോൾ പിന്നെ എന്തു വേണം? അത് വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിക്കുക. ഇത് ചിന്തിക്കുമ്പോഴാണ് ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഒരു വിരക്തി വരും. കാരണം പിന്നെ എന്തർത്ഥമാണുള്ളത്? ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ ഞാൻ ജീവിച്ചിരിക്കെ ഈ ലോകത്തിൽ നിന്ന് പോകും എന്നാണെങ്കിൽ എൻ്റെ സന്തോഷം അതോടെ തീരുകയാണ്. പിന്നെ എന്ത് കണ്ട് ഞാൻ സന്തോഷിക്കും? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഒരു അർത്ഥമില്ലായ്മയെക്കുറിച്ച് ബോധ്യം വരിക. ഇത് വരണം. ഇത് നമ്മൾ പ്രഭാഷണം കേട്ടതുകൊണ്ടായില്ല. നിങ്ങൾ സ്വയം ചിന്തിക്കണം. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഓരോരുത്തരെ കുറിച്ചും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ പേടിയാകും. പക്ഷെ ആ പേടിയെ പതുക്കെ മാറ്റുക. അതൊരു യാഥാർത്ഥ്യമല്ലേ, ഞാൻ പേടിച്ചിട്ട് എന്ത് കാര്യം, അത് വരിക തന്നെ ചെയ്യില്ലേ എന്ന് സ്വയം ചിന്തിച്ചെടുക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ ലോകത്തിൽ പ്രതീക്ഷയ്ക്ക് വക ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ പിന്നെ പ്രതീക്ഷിക്കാനും ആശ്രയിക്കാനും പറ്റിയ ഒരേ ഒരു ശക്തി അത് ഭഗവാൻ മാത്രമാണ്. ബാക്കിയൊക്കെ താൽക്കാലികമാണെന്ന് പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി വന്ന് കൂടും പോലെ എന്ന് അധ്യാത്മരാമായണത്തിൽ പറഞ്ഞു. ഇതൊരു വഴിയമ്പലമാണ്. ഇവിടെ വിശ്രമിക്കാനായിട്ട് വന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ ഏറ്റവും അടുത്ത കുറച്ച് ആളുകളെ ഇതെൻ്റെ കുടുംബം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ നമുക്കറിയാം, ഓരോരുത്തരായിട്ട് യാത്ര പറഞ്ഞു പോകും. അത് എപ്പോ പോകുമെന്ന് നമുക്ക് അറിയുക പോലുമില്ല. എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞേ എനിക്ക് വേണ്ടപ്പെട്ടവർ ഇല്ലാതാകാവൂ.